ഇന്ന് പറയുന്ന കഥ കഥയുണ്ടായ കഥയാണ്. കേട്ടോളൂ. മഹിളരോപ്യം എന്നു പേരുള്ള ഒരു രാജ്യത്ത് അമരശക്തി എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് ബുദ്ധിമാനും ജനങ്ങളോട് നല്ല സ്നേഹമൊക്കെ ഉള്ള നല്ല രാജാവായിരുന്നു. അങ്ങനെയിരിക്കെ രാജാവിന് ഒരു കുട്ടി ഉണ്ടായി. നല്ല മിടുക്കനും സുന്ദരനുമായ ഒരു ആൺകുട്ടി. രാജാവ് ആ കുട്ടിക്ക് ഉഗ്രശക്തി എന്ന് പേരിട്ടു. ഉഗ്രശക്തി കൊട്ടാരത്തിൽ ഓടിച്ചാടി കളിച്ച് വളർന്നു. പക്ഷേ ഉഗ്രശക്തിക്ക് 5 വയസ്സായപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം രാജാവ് മനസ്സിലാക്കിയത്. ആ കുട്ടി ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയായിരുന്നു. രാജാവ് വല്ലാതെ ദുഃഖിച്ചു. എൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഈ കുട്ടിക്ക് പറ്റില്ലല്ലോ എന്നാലോചിച്ച് രാജാവ് കുറേ കരഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ രാജാവിന് വേറൊരു ആൺകുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് രാജാവ് ബഹുശക്തി എന്ന് പേരിട്ടു. പക്ഷേ ആ കുട്ടിയും ബുദ്ധിയില്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെ രാജാവിന് വേറെ ഒരു ആൺകുട്ടിയും കൂടി ഉണ്ടായി. ആ കുട്ടിക്ക് അനന്തശക്തി എന്ന് പേരിട്ടു. ആ കുട്ടിയും ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് എന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് വല്ലാതെ ദുഃഖിച്ചു. കൊട്ടാരത്തിൽ ആർക്കും ഒരു സന്തോഷവും ഇല്ലാണ്ടായി. അപ്പോഴാണ് ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വിഷ്ണു ശർമ്മ എന്നു പേരായ ഒരു പണ്ഡിതൻ കടന്നു വന്നത്. പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ 3 കുട്ടികളെയും എൻ്റെ കൂടെ പറഞ്ഞയച്ചോളൂ, ഞാൻ അവരെ ബുദ്ധിമാന്മാരാക്കി തരാമെന്ന്. രാജാവ് കുട്ടികളെ വിഷ്ണു ശർമ്മൻ്റെ കൂടെ പറഞ്ഞയച്ചു. അദ്ദേഹം കുട്ടികളെയും കൊണ്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. എല്ലാ ദിവസവും കുട്ടികൾക്ക് കുറേ കഥകൾ പറഞ്ഞു കൊടുത്തു. ജീവിക്കാൻ ആവശ്യമായ 5 തന്ത്രങ്ങളുടെ കഥകളാണ് എല്ലാ ദിവസവും പറഞ്ഞു കൊടുത്തത്. കുട്ടികൾ എല്ലാ ദിവസവും ധാരാളം കഥകൾ കേട്ടു. 6 മാസം കൊണ്ട് 3 കുട്ടികളും നല്ല ബുദ്ധിമാന്മാരായി മാറി. വിഷ്ണു ശർമ്മൻ കുട്ടികളെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്നു. കഥ കേട്ട് ബുദ്ധിമാന്മാരായ കുട്ടികളെ രാജാവിന് ഏൽപ്പിച്ചു കൊടുത്തു. രാജാവ് ബുദ്ധിമാന്മാരായ കുട്ടികളെ കിട്ടിയതിൽ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു. ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ 5 തന്ത്രങ്ങൾ ഉൾപ്പെടുത്തി വിഷ്ണു ശർമ്മ പറഞ്ഞു കൊടുത്ത കഥകളുടെ പേരാണ് പഞ്ചതന്ത്ര കഥകൾ. പഞ്ചതന്ത്ര കഥകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇപ്പം മനസ്സിലായില്ലേ? എല്ലാവരും പഞ്ചതന്ത്ര കഥകൾ വായിക്കണം കേട്ടോ. സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ.